ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 12 ബുധനാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റിൽ നിന്ന് ആരംഭിക്കാം. ആപ്പിൾ ഓഹരികൾ ഇന്നലെ 7.3% ഉയർന്നു. ഇതോടെ നാസ്ഡാക്കും S&P 500ഉം പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. ഇനി ഇന്നത്തെ ഏറ്റവും കീ ഇവന്റായി വരുന്നത് ഫെഡറൽ റിസർവ് പോളിസി അനൗൺസ്മെന്റ് തന്നെയാണ്. ഏതായാലും റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണെങ്കിലും എന്ന് ഒരു റേറ്റ് കട്ടിലേക്ക് പോകും എന്ന സൂചനകളാണ് ഇന്നത്തെ മീറ്റിംഗിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ കനത്ത ഇടിവിൽ തന്നെയായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുള്ളത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ പ്രവചനം 2025 സാമ്പത്തിക വർഷത്തിൽ 6.6% ലോകബാങ്ക് നിലനിർത്തി. വളരെ പോസിറ്റീവായ വാർത്ത തന്നെയാണ്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിൽ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വരുന്നുണ്ട്. മാർക്കറ്റ് വ്യൂവിൽ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെയും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ സുപ്രധാനമായ വാർത്തകൾ നോക്കാം. ഒത്തിരിയേറെ വൊളറ്റൈലായ സെഷനിലൂടെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കടന്നുപോയത്. ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഉണ്ടാകില്ലേ എന്ന ആശങ്കയിൽ മാർക്കറ്റ് വലിയ ഇടിവിലേക്ക് പോയെങ്കിലും പിന്നീട് വലിയ രീതിയിൽ തന്നെ റിക്കവർ ചെയ്തു. അങ്ങനെ മാർക്കറ്റ് സാധാരണ നിലയിലേക്കൊക്കെ മടങ്ങി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ഇവന്റ് ബഡ്ജറ്റാണ്. ആ വാർത്തയിലേക്കാണ് പോകുന്നത്. ഈ റിപ്പോർട്ടിൽ ആദ്യം പറയുന്നത് ധനക്കമ്മി ലക്ഷ്യത്തെക്കുറിച്ചാണ്, അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഇന്ത്യൻ സർക്കാർ 2024-25 ധനക്കമ്മി ലക്ഷ്യം വർദ്ധിപ്പിക്കില്ല എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇത് GDPയുടെ 5.1% നിലനിർത്തും. ഇനി ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ അത് മാർക്കറ്റ് പെർസ്പെക്റ്റീവിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. കാരണം ഇൻവെസ്റ്റേഴ്സിനിടയിൽ കോൺഫിഡൻസ് വർദ്ധിക്കും. കാരണം ബോറോയിങ് കോസ്റ്റ് വർദ്ധിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ. മാത്രമല്ല ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ മാർക്കറ്റിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുകയും ചെയ്യും. മാത്രമല്ല ഇൻഫ്ലേഷൻ കൺട്രോൾ ആവുകയും ചെയ്യുന്നു. കൂടാതെ പല റേറ്റിംഗ് ഏജൻസികളും വിദഗ്ധരും പറയുന്നത് NDAയുടെ പങ്കാളികൾ പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനങ്ങൾക്കുള്ള പിന്തുണയും ക്ഷേമ ചെലവുകളും ഗവൺമെന്റ് വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് പോലെ ആയിരിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. എന്തായാലും കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം. ജൂലൈയിലാണ് ഫൈനൽ ബഡ്ജറ്റ് ഉണ്ടാവുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇന്നലെ വന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ പ്രവചനം 2025 സാമ്പത്തിക വർഷത്തിൽ 6.6% ലോകബാങ്ക് നിലനിർത്തിയിട്ടുണ്ട്. ഇത് ഇന്ത്യയെ ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുന്നു. എന്നിരുന്നാലും വളർച്ചാ നിരക്ക് ഫിനാൻഷ്യൽ ഇയർ 2024 ഉയർന്ന തലത്തിൽ നിന്ന് മിതമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് GDP 8.2% വളർച്ച കണക്കാക്കുന്നു. മേജർ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ റേറ്റിംഗ് ഇത്തരത്തിലാണ്. ADB 7%, ഫിച്ച് റേറ്റിംഗ് ഏജൻസി 7%, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് 7%, IMF 6.8%, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റേറ്റിംഗ് 7.2%. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ഒരു വാർത്തയായിരുന്നു. ഇനി സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യത്തെ വാർത്ത LTI മൈൻട്രിയുമായി ബന്ധപ്പെട്ടതാണ്. KSAയിലും മിഡിൽ ഈസ്റ്റിലും വിപുലീകരണത്തിന്റെ ഭാഗമായി സൗദി അറേബ്യയിലെ റിയാദിൽ കമ്പനിയുടെ പ്രാദേശിക ആസ്ഥാനം ഉദ്ഘാടനം ചെയ്തു. അടുത്തത് കാസ്ട്രോൾ ഇന്ത്യയാണ്. കാസ്ട്രോൾ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായി കേഡർ ലിലി ഒക്ടോബർ 1 മുതൽ ചുമതലയേൽക്കും എന്ന വാർത്ത. അടുത്തത് വിപ്രോയാണ്. ലാബ് 45 എന്ന AI പ്ലാറ്റ്ഫോം കമ്പനി പുറത്തിറക്കി. AI മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, വ്യവസായങ്ങൾക്കുള്ള പരിഹാരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയാണ് ഉദ്ദേശം. മറ്റൊരു കമ്പനി എറിസ് ലൈഫ് സയൻസ് ആണ്. സ്വിസ് പാരന്റൽസ് ലിമിറ്റഡ് എന്ന അവരുടെ പ്രൊമോട്ടറിൽ നിന്ന് 19% ഓഹരികൾ ഏറ്റെടുക്കുന്നത് കമ്പനി പൂർത്തീകരിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചിനി മിൽസ്, GMR എയർപോർട്ട് ഇൻഫ്ര, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ സിമെന്റ്, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇനി നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന രാവിലെ 10 മണിയോടുകൂടിയാണ്. 10 മണി മുതൽ 3:30 വരെ ലൈവ് ഉണ്ടായിരിക്കും. നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ്, മിസ്സാക്കാതിരിക്കുക. നിങ്ങളുടെ സംശയങ്ങളെല്ലാം അവിടെ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ജോലി തിരക്കുമായി ബന്ധപ്പെട്ട് ലൈവ് കാണാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ വ്യൂസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മാത്രമല്ല ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ മീറ്റപ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഗൂഗിൾ ഫോം പിൻ ചെയ്യാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്തിട്ടുണ്ട്. ആദ്യം മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സെക്ടറുകൾ ഔട്ട് പെർഫോം ചെയ്ത ഒരു ദിവസമായിരുന്നു ഇന്നലെ. മിഡ് ക്യാപ്പിൽ പുതിയ റെക്കോർഡ് ഹൈയും ഇന്നലെ ടച്ച് ചെയ്തു.
കൊടാക്, ICICI ബാങ്ക് എന്നിവ ടോപ്പ് ലൂസേഴ്സ് ആയപ്പോൾ ഫിനാൻഷ്യൽ സെക്ടർ ഒരിക്കൽ കൂടി ഡ്രാഗ് ചെയ്തു. എണ്ണ വിപണന കമ്പനികളിലെ സർക്കാരിന്റെ ഓഹരി വിറ്റഴിക്കില്ലെന്ന് ഓയിൽ മിനിസ്റ്റർ ഹർദീപ് സിംഗ് പൂരി പറഞ്ഞതിനെ തുടർന്ന് ONGC, ഓയിൽ ഇന്ത്യ, സിറ്റി ഗ്യാസ് എന്നീ ഓഹരികൾ ഉയരുകയുണ്ടായി. ഇന്നലെ രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാർത്ത, പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ 3 കോടി വീടുകൾക്ക് അംഗീകാരം നൽകി എന്ന വാർത്ത സിമന്റ് കമ്പനികൾക്കും ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളിലും നേട്ടമുണ്ടാക്കാനുള്ള കാരണമായി. നിഫ്റ്റിയിലേക്ക് 23,264 അവസാന മണിക്കൂറിലുണ്ടായ പ്രോഫിറ്റ് ബുക്കിംഗിൽ വെറും 5 പോയിന്റ്സ് നേട്ടത്തിൽ നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തു. ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് ഇന്നലെയും കണ്ടു. ഓൾ ടൈം ഹൈ ലെവലിന് അരികെ എത്തിയ നിഫ്റ്റി വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ കാരണം താഴേക്ക് വീഴുകയായിരുന്നു. നിഫ്റ്റി കഴിഞ്ഞ ഏതാനും സെഷനുകളിൽ 23,100 മുതൽ 23,400 വരെയുള്ള ലെവലിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ലെവലിന് മുകളിലോ താഴെയോ ഒരു ബ്രേക്ക്ഔട്ട് ലഭിക്കുകയാണെങ്കിൽ പുതിയ ഡയറക്ഷനിലേക്ക് നിഫ്റ്റി ചലിക്കും. കൂടാതെ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഇപ്പോഴും ഒരു നെഗറ്റീവ് ക്രോസ് ഓവർ തന്നെയാണ് കാണിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു മൊമെന്റത്തിൽ ചെറിയൊരു ഇടിവ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കാണാം. അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലെവൽ ഓൾ ടൈം ഹൈ ലെവലായ 23,411 ലെവൽ തന്നെയാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 23,000 ആണ് പ്രധാനപ്പെട്ട ഡൗൺ സൈഡിലെ ഒരു ലെവലാവാൻ സാധ്യതയുള്ളത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 24,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,300 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,500 സ്ട്രൈക്കിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 23,000 സ്ട്രൈക്കിലും അതിനുശേഷം 23,200 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,300 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000 അടുത്തത് ഡേ ക്യാൻഡിലാണ്. വലിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ചെറിയ ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിഫ്റ്റിയിൽ വലിയ അപ്പ് മൂവ്മെന്റ്സ് നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ ശേഷം ഇപ്പോൾ ചെറിയ 2 ദിവസത്തെ ഇടിവും നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ കാണാൻ സാധിച്ചു. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയാണ്. കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് ഇവിടെ പരിശോധിക്കുന്നത്. ആദ്യം ATM സ്ട്രൈക്കായി 23,250 സ്ട്രൈക്കിൽ 106% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 14% മാത്രം വർധനമാണുള്ളത്. ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. അടുത്തത് 23,200 സ്ട്രൈക്കിൽ 46% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പ് കാണാം. കോൾ സൈഡിൽ 12% ഇടിവാണ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തത് 23,300 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 47% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പ് കാണാം. കോൾ സൈഡിൽ 14% മാത്രം വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിലുമുണ്ട്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ശക്തിയുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിലേക്ക്. ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ കണ്ടത്. 50,000 എന്ന നിർണായകമായ മാർക്ക് ക്രോസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ബാങ്ക് നിഫ്റ്റിയാണ് കാണാൻ സാധിച്ചത്. 49,705 75 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000, റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,500 മുതൽ 51,000 വരെയുള്ള ലെവലുമാണ്. അങ്ങനെ ഇലക്ഷന്റെ ടെൻഷനൊക്കെ കുറഞ്ഞു എന്ന് നമുക്ക് നേരെ കാണിച്ചു തരുന്നത് ഇന്ത്യ വിക്സ് തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആയി വരികയാണ്. 14.76 ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 9.96% ഇന്നലെ ഇടിഞ്ഞത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം ഇൻട്രാഡേയിൽ വലിയ പ്രോഫിറ്റിലേക്ക് മാറിയ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്കാണ്. വരോക്ക് എഞ്ചിനീയറിംഗ് ഇൻട്രാഡേയിൽ 640 നമ്മൾ എൻട്രി എടുത്തത്. 695.25 വരെ അപ്പായി 7.9% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് IMFA ആയിരുന്നു. ഇൻട്രാഡേയിൽ 819 എൻട്രി എടുത്തത്. 856.9 വരെ അപ്പായി 4.4% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റ് സ്വിംഗ് സ്റ്റോക്കുകൾ നോക്കാം. ജയ്കോർപ്പ് ലിമിറ്റഡ് ഏപ്രിൽ 22 ഏപ്രിൽ 30 എൻട്രി എടുത്തു. 331 എൻട്രി എടുക്കുന്നത്. 369.7 വരെ അപ്പായി 10.5% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് സ്വാൻ എനർജി ആയിരുന്നു. 567 നിന്നും 628.1 വരെ അപ്പായി 9.7% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് KEI ഇൻഡസ്ട്രീസ് ആയിരുന്നു. ജൂൺ 10 4,410 എൻട്രി എടുത്ത് 4,676 വരെ അപ്പായി 5.7% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. അടുത്ത ഒരു സ്റ്റോക്ക് പനാച്ചി ഡിജി ലൈഫ് ആയിരുന്നു. വലിയ പ്രോഫിറ്റിലേക്കും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ഇന്നലെ അപ്പർ സർക്യൂട്ടും പോയ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് പറയുന്നത്. 93.5 ജൂൺ 10 അതായത് ഒരു ദിവസം മുൻപ് മാത്രമാണ് നമ്മൾ എൻട്രി എടുത്തത്. 114.5 വരെ അപ്പായി
18.3% കേവലം ഒരു ദിവസം കൊണ്ട് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത ഏതാനും സ്റ്റോക്കുകളാണ് പറഞ്ഞത്. ഒപ്പം ഇൻട്രാഡേയിൽ വലിയ പ്രോഫിറ്റിലേക്ക് വന്നതും ടാർഗറ്റ് ഹിറ്റ് ചെയ്തതുമായ സ്റ്റോക്കുകളും വലിയ ബമ്പർ ഹിറ്റായ സ്റ്റോക്കുകളും അടക്കം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പറയുന്ന സ്വിംഗ് സ്റ്റോക്ക് കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 3636 രൂപയാണ്. ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 3900, സെക്കൻഡ് ടാർഗറ്റ് 4000. സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ ക്യാപിറ്റലിന്റെ 10 മുതൽ 15% വരെ സ്റ്റോപ്പ് ലോസ് ആയി വെക്കാവുന്നതാണ്. ഈ സ്റ്റോക്കിനെ കുറിച്ച് കൂടുതലായി പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIs ഇന്നലെ ചെറിയൊരു സെല്ലിങ്ങിലേക്കാണ് പോയത് എന്നത് ആശ്വാസമായി നമുക്ക് കരുതാം. 111 കോടി രൂപയ്ക്കാണ് ഇന്നലെ അവർ സെല്ല് ചെയ്ത്. DIs ആവട്ടെ 3193 രൂപയ്ക്ക് ബൈ ചെയ്തു. മാർക്കറ്റിനെ വീണ്ടും ശക്തമായി തന്നെ അവർ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. US മാർക്കറ്റിലേക്ക് നാസ്ഡാക്കും S&P 500 പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. പക്ഷേ ഡൗ ജോൺസ് ഇന്നലെ ഇടിയുകയുണ്ടായി. ഇന്ന് US മാർക്കറ്റുകൾക്ക് നിർണായകമാണ്. ഫെഡറൽ റിസർവ് പോളിസി അനൗൺസ്മെന്റും കൺസ്യൂമർ പ്രൈസ് ഡാറ്റയും പുറത്തുവരും. ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിൽ നാസ്ഡാക്ക് 0.88% ഉയർന്നു, S&P 500 0.27% ഉയർന്നു, ഡൗ ജോൺസ് 0.31% ഇടിയുകയും ചെയ്തു. ആപ്പിൾ ഓഹരികൾ ഇന്നലെ 7.3% ഉയർന്ന് റെക്കോർഡ് ക്ലോസിംഗ് രേഖപ്പെടുത്തി. ഇത് തന്നെയാണ് ഇന്നലെ നാസ്ഡാക്കും S&P 500 റെക്കോർഡ് ക്ലോസിംഗ് രേഖപ്പെടുത്താനുള്ള കാരണങ്ങളുമായത്. ആനുവൽ ഡെവലപ്പർ ഇവന്റ് തിങ്കളാഴ്ച ആരംഭിച്ചു. അതിൽ പുതിയ AI ഫീച്ചേഴ്സ് ഉള്ള ആപ്പിൾ ഫോൺ അവതരിപ്പിച്ചതാണ് ആപ്പിളിന്റെ വലിയ നേട്ടത്തിന് കാരണമായത്. ഇനി ഫെഡറൽ റിസർവ് മീറ്റിംഗിലേക്ക് വരാം. ഇന്നാണ് ഫെഡറൽ റിസർവിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വരുന്നത്. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഇവന്റ് തന്നെയാണ്. ജെറോം പവലിന്റെ സ്പീച്ചിലെ കമന്റ്സ് തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുക. റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ കുറവാണ് എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയേറെ ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യമുള്ളത്, കഴിഞ്ഞ ആഴ്ച CME ഫെഡ് വാച്ച് ടൂൾ കാണിച്ചു തന്നിരുന്നത് സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത ഏകദേശം 60% മുകളിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ US മന്ത്ലി ജോബ്സ് റിപ്പോർട്ട് പുറത്തിറങ്ങിയതിന് ശേഷം ഇപ്പോൾ CME ഫെഡ് വാച്ച് ടൂൾ കാണിക്കുന്നത് 50% സാധ്യതകൾ മാത്രമാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. വിപ്രോ ഒഴിച്ച എല്ലാ സ്റ്റോക്കുകളും ഇന്നലെ അവിടെ ഇടിയുകയുണ്ടായി. ഇൻഫോസിസ് 0.28% ഇടിഞ്ഞത്. വിപ്രോ 0.38% ഉയർന്നു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 1.07% ഇടിഞ്ഞത്. HDFC ബാങ്ക് 0.08% ഇടിഞ്ഞു. മേക്ക് മൈ ട്രിപ്പ് 2.43% ഇടിയുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.07% ഇടിവിൽ, S&P 500 0.01% ഇടിവിലും, നാസ്ഡാക്ക് 0.03% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ യൂറോപ്യൻ വിപണിയും ഇടിയുകയുണ്ടായി. UK മാർക്കറ്റ് FTSE 0.98% ഇടിഞ്ഞത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 1.33% ഇടിഞ്ഞു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.68% ഇടിഞ്ഞത്. സ്റ്റോക്ക് 600 0.9% ഇടിയുകയും ചെയ്തു. എല്ലാ സെക്ടറുകളും ഇന്നലെ റെഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ ബാങ്കിങ് സെക്ടറാണ് വലിയ നഷ്ടം രേഖപ്പെടുത്തിയത്, 2.17%. മെയ് മാസത്തിൽ UKയിലെ ജീവനക്കാരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തിലെ അപേക്ഷിച്ച് 0.6% വർദ്ധിച്ചു. എന്നാൽ തൊഴിലില്ലായ്മ നിരക്ക് 4.4% ഉയർന്നു. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള വേതന വളർച്ച 6% തുടരുന്നു. ഉയർന്ന വേതനം കൂടുതൽ പണപ്പെരുപ്പത്തിലേക്ക് നയിച്ചേക്കാം എന്നതിനാൽ ഈ സമീപകാലങ്ങളിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത എന്തായാലും കുറവാണ്. ഏകദേശം ഒരു നവംബർ ഒക്കെ ആയിട്ടാണ് ഒരു റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇന്നലത്തെ വലിയ നഷ്ടത്തിന് ശേഷം ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റുകളിൽ ചെറിയ പോസിറ്റിവിറ്റി കാണാം. ഡാക്സ് 0.03% നേട്ടത്തിൽ, CAC 0.09% നേട്ടത്തിൽ, FTSE 0.16% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു ദിവസം തന്നെയാണ്. കാരണം ഇന്ത്യയിൽ നിന്നും ഇൻഫ്ലേഷൻ റേറ്റും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയും പുറത്തു വരും. ചൈനയിൽ നിന്നും ഇൻഫ്ലേഷൻ റേറ്റ് പുറത്തു വരുന്നുണ്ട്. കൂടാതെ US നിന്നും ഫെഡറൽ റിസർവ് പോളിസി മീറ്റിംഗ് അനൗൺസ്മെന്റ്, അതുപോലെ കൺസ്യൂമർ പ്രൈസസ് ഡാറ്റ, യൂറോപ്പിൽ നിന്നും GDP ഡാറ്റ എന്നിവ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് മാർക്കറ്റുകളെ സംബന്ധിച്ചത്. ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ ഇപ്പോൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 23,307 എന്ന നിലയിലാണ്. അതായത് ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടിനാണ് ഇന്ന് നമുക്ക് സാധ്യതയുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.77% ഇടിവിൽ, തായ്വാൻ മാർക്കറ്റ് 0.49% നേട്ടത്തിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.28% നേട്ടത്തിലും, കോസ്പി മാർക്കറ്റ് 0.34% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നു. ഓയിൽ പ്രൈസുകൾ ഈ വർഷത്തെ സ്ഥിരമായ സാമ്പത്തിക വളർച്ചയെ കണക്കിലെടുത്ത് ഒപെക് അതിന്റെ ഡിമാൻഡ് പ്രവചനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ചൊവ്വാഴ്ചയും ഉയരുകയുണ്ടായി.
ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത് $82.09 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.02% നേട്ടത്തിൽ. WTI ഉള്ളത് $78.19 പെർ ബാരൽ എന്ന നിലയിൽ 0.37% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏറ്റവും ഹൈലൈറ്റ് ആയ വാർത്തകൾ മാത്രമാണ് നമ്മളിവിടെ കൊടുക്കാറുമുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ തൊട്ട് മുകളിൽ ഇവിടെ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.